السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഹിജറ വർഷം 1439 റമദാൻ 16 വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലാണ്. നാളെയാണ് ബദർ ദിനം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായ ഒരു ദിനമാകുന്നു ബദർ ദിനം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഏത് വിധം പീഡനങ്ങളും യാതനകളും അനുഭവിക്കേണ്ടി വന്നിട്ടും യുദ്ധത്തിനോ പ്രതിരോധ യുദ്ധത്തിനു പോലും സമ്മതം ആദ്യം നൽകപ്പെട്ടിരുന്നില്ല. സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഊദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. പിന്നീട് അല്ലാഹു തആല മുത്തുനബിക്കും സ്വഹാബാക്കൾക്കും സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെയാണ് നബി ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ആകെ 27 യുദ്ധങ്ങളും 47 ശരീഅത്തുകളും. നബി തങ്ങൾ പങ്കെടുക്കുന്നതിന് ഗസ്വത്ത് എന്ന് പറയും, പങ്കെടുക്കാതെ ആളെ വിട്ട് ചെയ്യുന്നതിന് ശരീഅത്ത് എന്ന് പറയും. ആകെയുണ്ടായത് 27 ഗസ്വത്തും 47 ശരീഅത്തുമാണെന്ന് ദലീലുൽ ഫാലിഹൈൻ ബി ശർഹി റിയാദിസ് സ്വാലിഹൈൻ വാള്യം 1 118-ാമത്തെ പേജിലുണ്ട്. ഇസ്ലാമിൻ്റെ ലക്ഷ്യം ശത്രുക്കളെ തകർക്കലോ അഥവാ ശത്രുക്കളെ കൊന്നൊടുക്കൽ അല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും വേണ്ട, അടുത്തിടെ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിലൊക്കെ 10,000-ങ്ങളും ലക്ഷങ്ങളും മരണപ്പെട്ടപ്പോൾ 27 ഗസ്വത്തും 47 ശരീഅത്തും ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ജീവിതത്തിൽ നടന്നതിൽ ആകെ കൊല്ലപ്പെടുന്നത് വെറും 1018 പേർ മാത്രമാണ്. മുസ്ലിം പക്ഷത്ത് 259-ഉം ശത്രുപക്ഷത്ത് 759-ഉം, ആകെ 1018 പേർ മാത്രം. ബദർ ഒന്നാമത്തെ യുദ്ധമൊന്നുമല്ല. ഹിജ്റ 1-ാം വർഷമാണ് വദ്ദാൻ യുദ്ധം നടക്കുന്നത്, സ്വഫർ മാസത്തിൽ. അതുപോലെ തന്നെ ഒന്നാമത്തെ യുദ്ധം ഹിജ്റ വർഷം 2 സ്വഫറിലാണ് വദ്ദാൻ യുദ്ധം നടക്കുന്നത്. 70ഓളം മുസ്ലിമീങ്ങളുടെ കീഴിലാണ് ആ യുദ്ധം നടക്കുന്നത്. രണ്ടാം യുദ്ധം നടക്കുന്നത് ഹിജ്റ വർഷം 2 റബിയുൽ അവ്വലിന് 200ഓളം മുസ്ലിങ്ങളാണ് അതിൽ പങ്കെടുത്തത്. മൂന്നാം നമ്പർ അഷീറ യുദ്ധം ഹിജ്റ 2 തന്നെ ജുമാദൽ ഊലയിൽ 150ഓളം മുസ്ലിമീങ്ങളാണ് പങ്കെടുത്തത്. നാലാം നമ്പർ ഹിജ്റ വർഷം 2 തന്നെ ജുമാദൽ ആഖിറയിൽ സഫ്വാൻ യുദ്ധം നടന്നു. നമ്പർ 5-ാമത്തായിട്ടാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആകെ നടന്ന യുദ്ധങ്ങളിൽ വെറും 8 മാത്രമേ സമരം, അതായത് സായുധ സംഘടന നടന്നിട്ടുള്ളൂ. ബദർ, ഉഹദ്, ബനിൽ മുസ്തലഖ്, ഖന്തഖ്, ബനി ഖുറൈള, ഖൈബർ, ഹുനൈൻ, ത്വായിഫ്. ഈ 8 യുദ്ധങ്ങളിലെ സത്യത്തിൽ 27 ഗസ്വത്തുകളിൽ സായുധ സംഘടന നടക്കേണ്ടി വന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട മുത്തനബിയുടെ കരം കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരാൾ ഉബയ്യ് ഇബ്നു ഖലഫ് മാത്രമാണ് എന്ന് ദലീലുൽ ഫാലിഹൈൻ 1-ാം വാള്യം 118-ൽ അത് ഉഹദിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബദർ യുദ്ധത്തിൻ്റെ ചെറിയൊരു ചരിത്രം പറയാം, അത്രയും സമയം നമുക്ക് കിട്ടും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. അവരുടെ സമ്പത്തുകളും സ്വത്തുക്കളും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അതെല്ലാം ഇന്ന് ഖുറൈശികളുടെ കയ്യിലാണ്. ഹിജ്റ വർഷം 2 അബൂ സുഫിയാനും പാർട്ടിക്കാരും 27 ആളുകളുണ്ട്, 50,000-ഓളം സ്വർണങ്ങളും 1000-ഓളം ഒട്ടകങ്ങളുമായി ഷാമിൻ്റെ ഭാഗത്തേക്ക് യുദ്ധം കഴിഞ്ഞ് വലിയ സമ്പത്തുമായി തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണല്ലോ അത്, അതിൽ നിന്നൊരൽപ്പം എടുക്കണമെന്നുള്ള ഉദ്ദേശപ്രകാരം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഹിജ്റ വർഷം 2 റമദാൻ 12-ന് ഞായറാഴ്ച ദിവസം മദീനയിൽ നിന്ന് പോയി. റമദാനിലാണ് ആദ്യമായി റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസവും കൂടിയായിരുന്നു അത്. അബാലുബാബത്തൽ ഔസി എന്നവരെ മദീനയുടെ നേതൃത്വം ഏൽപ്പിച്ചു. അബ്ദുല്ലാ ഇബ്നു ഉമ്മി മക്തൂം എന്നവരെ ബഹുമാനപ്പെട്ട ഇമാമത്തിന് നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 ആളുകളാണ് ആകെയുള്ളത്. അവരെല്ലാവരും കൂടി
അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിൽ നിന്ന് മുതൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. മുഹാജിരീങ്ങൾ 82 പേരുണ്ട്. സഅദ് ഇബ്നു ഉബാദ എന്നവരെ തേള് കടിച്ചത് കൊണ്ട് മഹാൻ പുറപ്പെട്ടില്ല. തൻ്റെ ഭാര്യ റുഖയ്യ ബീവിയെ ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനും യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല. ആകെ മുഹാജിരികൾ 82, അൻസ്വാറുകൾ 231, ഔസ് കബീലക്കാർ 61, ഖസ്റജ് കബീലക്കാർ 120, അങ്ങനെ 231 മുഹാജിരികൾ 82, അങ്ങനെയാണ് 313 പേർ പുറപ്പെടുന്നത്. പക്ഷേ അബൂ സുഫിയാൻ ഉഷൈറ എന്ന സ്ഥലത്തെത്തുമ്പോൾ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഞങ്ങളെ പിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത ചാരന്മാർ മുഖേന മണത്തറിഞ്ഞ അബൂ സുഫിയാൻ വേറെ വഴിക്ക് മക്കയിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ തങ്ങളെ എങ്ങാനും പിടികൂടിയാലോ എന്നുള്ള പേടി കാരണം ലംലമുൽ ഗിഫാരി എന്ന ഒരു ആളെ 10 പവൻ സ്വർണം കൂലിയായി കൊടുത്തുകൊണ്ട് ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് ശരീരമാസകലം മുറിവുണ്ടാക്കി ഒട്ടകത്തിനെ ആകെ രക്തമൊലിപ്പിച്ച് വസ്ത്രങ്ങളെല്ലാം കീറി മക്കയിൽ ചെന്ന് ഉറക്കെ അങ്ങ് വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞു, അൽ ലത്തീമ അൽ ഗൗസ്, അബൂ സുഫിയാന്റെയും സമ്പത്തിനെയും മുഴുവനും രക്ഷിക്കണമെങ്കിൽ ഉടനെ മക്കക്കാരെ പുറപ്പെടുക. മുഹമ്മദും അനുയായികളും നമ്മുടെ നേതാവിനെയും സ്വത്തുക്കളും പിടിച്ചു വച്ചിട്ടുണ്ട്, രക്ഷപ്പെടുത്തൽ നമ്മുടെ മേൽ കടമയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അബൂജഹലും കൂട്ടരും സർവായുധ വിഭൂഷിതരായി വലിയൊരു സൈന്യം മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട നബിയെയും സ്വഹാബാക്കളെയും തകർക്കാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുടെ അമ്മായി ആത്തിക ബീവി ഒരു സ്വപ്നം കണ്ടിരുന്നു. വലിയ ഒരു പാറക്കല്ല് ജബലു അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീണിട്ട് ഒരുപാട് ഖുറൈശിയാക്കളെ നശിപ്പിക്കുന്നതായിരുന്നു ആ സ്വപ്നം. ഇത് കണ്ടതിൽ നിന്ന് തന്നെ പലരും വ്യാഖ്യാനം മനസ്സിലാക്കിയിട്ട് യുദ്ധത്തിന് പോകാതെ അബൂലഹബ് അടക്കമുള്ളവർ മാറി നിന്നിട്ടുണ്ട്. ഏതായാലും അബൂജഹലിൻ്റെ ധാർഷ്ട്യം കാരണം വലിയൊരു സംഘം ബഹുമാനപ്പെട്ട നബിയെ തകർക്കാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെടുകയാണ്. എവിടെയാണ് ശരിക്കും നാം കാര്യം ശ്രദ്ധിക്കേണ്ടത്? മുസ്ലിമീങ്ങൾ സത്യത്തിൽ പുറപ്പെടുന്നത് ഒരു യുദ്ധത്തിനല്ലായിരുന്നു. പക്ഷേ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖളാ ഇവരെ നേരിടാനാണ്. അങ്ങനെ അബൂ ജഹലും പാർട്ടികളും പുറപ്പെട്ടു. എന്താണ് അവരുടെയൊക്കെ പുറപ്പാട്? ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിഅന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. സൂറത്തുൽ അൻഫാൽ 47 കള്ളുകുടിച്ചും മദിച്ചും നർത്തകിമാരെ കൊണ്ടും പാട്ടുപാടിച്ചും നർത്തനം ചെയ്തും വളരെ കിബറോടെ ഹുങ്കയോടുകൂടെയാണ് അബൂജഹലും മുത്ബത്ത് ഷൈബത്തടക്കമുള്ളവർ യുദ്ധത്തിന് വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. 1000ഓളം കുതിരയുണ്ടവരുടെ പക്ഷത്ത്, 700ഓളം ഒട്ടകങ്ങളുമുണ്ട്. നേരെ മറിച്ച് മുസ്ലിമീങ്ങളുടെ പക്ഷത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് 3 പതാകയുണ്ട്. ഒന്ന് മുസ്അബ് ഇബ്നു ഉമൈർ എന്നവർ നബിയുടെ മുമ്പിലായിട്ട് ഒരു വെള്ള പതാക, പിന്നെ ഒന്ന് ഇടത്തും വലത്തുമാണ് ഓരോ പതാക, കറുത്ത പതാക. ഒന്ന് അലി ഇബ്നു അബി ത്വാലിബിൻ്റെ കയ്യിലും ഒന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആലയുടെ കയ്യിലും 2 കറുത്ത പതാക. എന്നും മനുഷ്യന് ഉള്ളിൽ നിന്നുള്ള ശത്രുക്കളെയും പുറത്തു നിന്നുള്ള ശത്രുക്കളെയും നേരിടേണ്ടി വരും. ഈ 2 ശത്രുക്കളുടെ ഇടക്കായിട്ട് സത്യം എന്നും ഒന്നാണ്. അതായത് ഉള്ളിൽ നിന്നുള്ളതായ ഭീഷണി അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ളതായ വിശ്വാസപരമായും മറ്റുമുള്ള ബാത്തിലുകൾ, ഒന്ന് പുറമേയുള്ള ബാത്തിലുകൾ. ഈ 2 ബാത്തിലുകൾക്കിടയിലാണ് ഖാരിജിയായ ബാത്തിലും ദാഖിലിയായ ബാത്തിലും. അത് രണ്ടുമല്ലാത്ത ഹക്കെന്നും ഒന്നാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടൊരു വെള്ള പതാകയും. ഇങ്ങനെ 3 പതാകകളുമായിട്ടാണ് പോകുന്നത്. അവരെ കയ്യിലുള്ളതോ സുബ്ഹാനല്ലാഹ് വളരെ അതതൂറുണ്ട്. ഒരു കൗലിൽ 6 അതിൽ മികുംദാത്തുൽ ഫുളൂലത് നബി പൂണ്ടെ അവരിലെ അടവസുയൂഫുണ്ടെട്ട് തിസ്അരിമാഹും. ആകെ 9 കുന്തം, 5-6 ബാള്, കുറച്ച് കുതിര, ആയുധങ്ങളൊന്നും മുസ്ലിമീങ്ങളുടെ കയ്യിലില്ല. അവരുടെ വജ്രായുധമായ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, തവക്കുലുണ്ട്. കാരണം അവർ യുദ്ധത്തിനല്ല സത്യത്തിൽ പുറപ്പെടുന്നത്. ഏതായാലും വലിയൊരു യുദ്ധം ബദർ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരീഷ് ആ പന്തൽ കെട്ടിയ സ്ഥലത്ത് വെച്ച് നല്ലവണ്ണം ഒരുപാട് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മദി നബിയെ മതി മതി എന്ന് പറഞ്ഞത് ഹദീസിലുണ്ട്. ഒന്നുകൊണ്ട് സഫ് അണികൾ ശരിപ്പെടുത്തിയതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് എന്നവർ മുന്നിലേക്ക് നിന്നപ്പോൾ മെല്ലെ ഒന്ന് വടി കൊണ്ടടിച്ചതും
സവാദ് പകരം വീട്ടണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ വയറിൽ നിന്ന് വസ്ത്രം ഉയർത്തി കൊടുത്തതും സവാദ് തങ്ങൾ കിട്ടിയ തഞ്ചത്തിന് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മുഖം വലവട്ടം അങ്ങ് മുത്തിമണത്തുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പന്തലിൽ നിന്ന് വന്നു, സഫുകളൊക്കെ ശരിയാക്കി. ആദ്യം യുദ്ധം നടക്കാൻ പോകുന്നത് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നതൊക്കെയായിരുന്നു മുസ്ലിമീങ്ങൾ. അവർക്കൊരു നല്ല മഴ കിട്ടി, ഒരൽപ്പം വെള്ളം അവർക്ക് അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് തആല നൽകി. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ ചുറ്റുവട്ടത്തിലും ഇങ്ങനെ വെള്ളത്തിന് തടാകം ഉണ്ടാക്കി. ആദ്യമായിട്ട് അസ്വദുൽ മഖ്സൂമി വന്നുകൊണ്ട് ഞാൻ ആ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. ഒന്നുകിൽ ഞാൻ ആ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാനത് പൊളിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് മരണപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് അസ്വദുൽ മഖ്സൂമി എന്ന ധിക്കാരിയാണ് ആദ്യമായിട്ട് യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് വിളിക്കാൻ വന്നത്. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ തങ്ങൾ അവനെ കശക്കി എറിഞ്ഞിട്ട് ആദ്യമായി കൊന്നുകളഞ്ഞു. ശത്രുപാളയം ആകെ പേടിച്ചു പോയി. ബഹുമാനപ്പെട്ട മഹാനായ അസദുല്ലില്ലാഹ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷജാഅത്തിന്റെ മുമ്പിൽ അസ്വദ് കഷ്ണം കഷ്ണമായി. ഈ അസ്വദാണത്രേ ആദ്യമായിട്ട് ഇടത് കൈകൊണ്ട് പതാക പിടിക്കുന്നവർ നാളെ ആഖിറത്തിലെന്ന്. ഇടത് കൈകൊണ്ട് ആദ്യമായി കിതാബ് വാങ്ങുന്നവർ ഈ അസ്വദാണെന്ന് സൈനി ദഹ്ലാൻ തൻ്റെ താരീഖ് 1-ാം വാള്യം 379 പേജിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഘോരമായ യുദ്ധം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉത്ബത്തും ഷൈബത്തും ആദ്യമായിട്ട് ശത്രുപാളയത്തിൽ നിന്ന് ഉത്ബത്തും ഷൈബത്തും വലീദും ഇറങ്ങിയിട്ട് വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു. ഉടനെ തന്നെ പുലിക്കുട്ടികളായ ഔഫ് തങ്ങളും മുആദ് തങ്ങളും ഇബ്നു റവാഹ തങ്ങളും റളിയല്ലാഹു അൻഹും ഇറങ്ങി. പക്ഷേ മദീനക്കാരും അൻസാരികളുമാണ്. ഉടനെ തന്നെ ഉത്ബത്തും ഷൈബത്തും വലീദും പറഞ്ഞു, ഞങ്ങൾ മക്കക്കാരെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്, മദീനക്കാരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിംഹക്കുട്ടികളായ ഹംസ തങ്ങളും ഉബൈദ തങ്ങളും അലി തങ്ങളും റളിയല്ലാഹു അൻഹും ഇറങ്ങിയിട്ട് ധീരമായി യുദ്ധം ചെയ്തിട്ട് 3 ശത്രുക്കളും കൊല്ലപ്പെട്ടു. ശത്രുക്കളുടെ തലകൾ ഒന്നൊന്നായി ബദറിൻ്റെ രണാങ്കളത്തിൽ ഉരുണ്ടു വീണു. ശത്രുക്കളാകെ പേടിച്ചു പോയി. ചുരുക്കത്തിൽ 70ഓളം ശത്രുക്കൾ കൊല്ലപ്പെട്ടു. 14 മുസ്ലിമീങ്ങളാണ് ബഹുമാനപ്പെട്ട ബദറിൽ ഇസ്ലാമിൻ്റെ ഭാഗത്തിൽ നിന്ന് കൊല്ലപ്പെടുന്നത്. ആകെ 14 പേർ. ഇങ്ങനെ ആ 14 പേരിൽ മുഹാജിരീങ്ങൾ ഉബൈദ തങ്ങൾ, മിഹ്ജാവ് തങ്ങൾ, ഉമൈർ തങ്ങൾ, ആഖിൽ തങ്ങൾ, സഫ്വാൻ തങ്ങൾ, ദുഷിമാലൈനി എന്നിവർ. അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് 8 ആളാണ് കൊല്ലപ്പെട്ടത്, ഷഹീദായത്. ഔഫ് തങ്ങൾ, മുഅവ്വിദ് തങ്ങൾ, ഹാരിഥ തങ്ങൾ, യസീദ് തങ്ങൾ, റാഫിയ തങ്ങൾ, ഉമൈർ തങ്ങൾ, സഅദ് തങ്ങൾ, മുബശ്ശിർ തങ്ങൾ റളിയല്ലാഹു അൻഹു. മുശ്രിക്കീങ്ങളിൽ നിന്ന് 70 ആളാണ് കൊല്ലപ്പെട്ടത്. 70 ആൾ അവരിൽ നിന്ന് ബന്ദികളായി പിടിക്കപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരെ ഖരീബിലേക്ക് വലിച്ചെറിഞ്ഞു. ഉമയ്യത്ത് ബിൻ ഖലഫിനെ ചീർത്ത് വീർത്തത് കൊണ്ട് എറിയാൻ കഴിയാതെ അദ്ദേഹത്തെ മേലെ മണ്ണ് വാരിട്ട് തടയുകയായിരുന്നു, മണ്ണ് വാരിട്ടിട്ട് മൂടുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ബദർ യുദ്ധം നടക്കുന്നത് വൈകുന്നേരമാണോ, അസറിൻ്റെ ശേഷം മഗ്രിബിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൈമിലാണ് എന്നൊരഭിപ്രായമുണ്ട്. അതല്ല, പ്രബലം രാവിലെയാണ് യുദ്ധം നടന്നതെന്നാണ് ബഹുമാനപ്പെട്ട സീറത്തു ഇബ്നു ഹിഷാം അതുപോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത്. ചരിത്രം പരതുമ്പോൾ ഇതുതന്നെയാണ് മുഅ്തമദ് എന്നും മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു അഅലം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം നടത്തുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായി റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റമളാൻ ഹിജറ വർഷം 2 റമളാനിലാണ്. പക്ഷേ ബഹുമാനപ്പെട്ട നബി തങ്ങൾ യാത്രക്കാരുടെ ഹദ്ദിലെത്തുമ്പം അഫ്തർന നബി തങ്ങൾ നോമ്പ് മുറിക്കുകയും മറ്റുള്ളവരോട് നോമ്പ് മുറിക്കാൻ പറയുകയും ചെയ്തു. ബദറിൽ അവർ നോമ്പുകാരല്ല. ബദരീങ്ങളെ മഹത്വം ഉണ്ടാക്കാൻ ഇല്ലാത്തത് പറഞ്ഞ് നോമ്പുകാരാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോമ്പുകാരല്ലായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ മഹത്തുക്കളാകുന്ന ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫളായിൽ ഏതൊക്കെ നമുക്കൊന്ന് പറയാം. ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറ 153 ആയത്തിൽ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ എന്ന് പറയുന്ന ആയത്തിറങ്ങിയത് ബദരീങ്ങളെ മഹത്വത്തിലാണെന്ന് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ, നസഫി, റാസി തഫ്സീറുകളിലൊക്കെ കാണാം. അതുപോലെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ബാബു ഫളിലി മൻ ഷഹീദ ബദറ എന്ന ബദരീങ്ങളെ മഹത്വം പറയുന്നിടത്ത് 2 ഹദീസാണ് ആകെ കൊണ്ടുവരുന്നത്. ഒന്ന് 3982 നമ്പർ ഹദീസായി ഹാരിസ തങ്ങളെ ഫദ്ല് പറയുന്ന ഒരു ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട ഹാരിസ എന്ന ചെറുപ്പക്കാരനായ
പ്രസിദ്ധ സ്വഹാബി മരണപ്പെടുന്നത് സത്യത്തിൽ യുദ്ധത്തിലല്ല. ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന നേരത്ത് തെറ്റി വന്ന ഒരു അമ്പ് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹാരിസ തങ്ങൾ കൊല്ലപ്പെടുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നിന്റെ മകന് ജന്നത്തുൽ ഫിർദൗസിലാണ്, ഏറ്റവും ഉന്നത സ്വർഗത്തിലാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ശുഹദാക്കളുടെ കാര്യം പറയണ്ടല്ലോ. ബദറിൽ 14 ശുഹദാക്കളായതെങ്കിലും ബാക്കിയുള്ള 299 ശുഹദാക്കൾ അതേ കൂലിയാണ് എന്ന് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടക്കം കാരണം കൊണ്ട് ബദറിൽ പങ്കെടുക്കാത്ത പലർക്കും ഗനീമത്ത് സ്വത്തും ഉഖ്റവിയായ നേട്ടവും ദുന്യവിയായ നേട്ടവും ഒക്കെ ബദരീങ്ങളെപ്പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ബദരീങ്ങൾക്കുള്ള മഹത്വമാണ്. ഖിയാമത്ത് നാൾ വരെ എല്ലാ യുദ്ധങ്ങളിലുമുള്ള ഒരു ഷെയർ കൂലി അള്ളാഹു തആല ബദരീങ്ങൾക്ക് കൊടുക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച യുദ്ധങ്ങളും ദിവസങ്ങൾ നീണ്ടു നിന്ന യുദ്ധങ്ങളും ദീർഘയാത്ര നടന്ന യുദ്ധങ്ങളൊക്കെ വേറുണ്ട്. പ്രയാസം സഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ബദറിനുള്ള പ്രത്യേകത. അത് അള്ളാഹു തആല ഭരണകാലങ്ങൾ കൊടുത്തതാണ്, സമയക്കുറവ് കൊണ്ട് വിവരിക്കുന്നില്ല. അടുത്തതായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ 3983 നമ്പറായിട്ട് ഹാത്തബ് ഇബ്നു അബീ ബൽത എന്ന പുണ്യ സഹാബിയുടെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ചരിത്രം വളരെ വിശദമാണ്. ഫത്ഹ് മക്ക ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട മുത്തുനബി കാര്യം രഹസ്യമാക്കി വെക്കണം എന്ന് കൽപ്പിച്ചെങ്കിലും ഹാത്തബ് തങ്ങൾ തൻ്റെ കുടുംബക്കാരിലേക്ക് രഹസ്യമായിട്ട് ഞങ്ങളൊക്കെ മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ ഒരു കുടുംബാംഗത്തിലേക്ക് രഹസ്യമായിട്ട് ഹാത്തബ് തങ്ങൾ കത്തെഴുതി. ആരും അറിയില്ല. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി മുഖേന ഈ വിവരം അറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു ഇവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറപ്പെടണം. ഒരു സ്ത്രീക്ക് കുറച്ച് കൂലി കൊടുത്തുകൊണ്ട് ഒരു സ്വഹാബിയുണ്ട് മക്കയിലേക്ക് ഈ രഹസ്യ വിവരം ചോർത്തി അയക്കുന്നുണ്ട്. റൗലഖുത്തു ഖാഹ് എന്ന സ്ഥലത്തിൽ വെച്ച് ആ പെണ്ണിനെ നിങ്ങൾ പിടികൂടാം കാണാം, അവളെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ സംഭവം മിർഖാത്തുൽ മഫാത്തി 5-ാം വാള്യം 630 പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്വഹാബാക്കൾ പോയി അവിടെ വെച്ച് പെണ്ണിനെ കണ്ടു. പെണ്ണിൽ നിന്ന് കത്താവശ്യപ്പെട്ടു. പെണ്ണില്ല എന്ന് പറഞ്ഞു. അലി തങ്ങൾ ഭീഷണിപ്പെടുത്തി. അവസാനം മുടിക്കെട്ടിൽ നിന്ന് കത്തെടുത്തു കൊടുത്തു. ബഹുമാനപ്പെട്ട മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കത്ത് വായിച്ചു. ആരാണ് ഈ കത്ത് എഴുതിയതെന്ന് പറഞ്ഞു. ഹാത്തബ് തങ്ങൾ എണീറ്റു സങ്കടത്തോടെ, നബിയെ, ഞാൻ മുനാഫിക്കായതൊന്നും അല്ല, എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ വാളൂരിയിട്ട് അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഉമർ തങ്ങളോട്, മാ യുദ്രീക യാ ഉമർ, എന്താ ഉമർ യാ ഉമർ, എന്താ നീ മനസ്സിലാക്കിയത്? ബദർ പങ്കെടുത്ത ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കും, അവർ സ്വർഗത്തിൽ തന്നെ എന്ന് അള്ളാഹു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നീ എന്താണ് ഉമറെ പറയുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഉമർ തങ്ങൾ കരഞ്ഞുപോയി എന്ന് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ 3992 നമ്പറായിട്ട് ബാബു ഷുഹൂദിൽ മലായിക്കത്തി ബദറൻ, ബദറിലിറങ്ങിയ മലക്കുകൾക്കുള്ള ഫദ്ല് പറയുന്നുണ്ട്. എന്താണത്? അള്ളാന്റെ കോടിക്കണക്കിന് മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പ്രത്യേകം ശ്രേഷ്ഠത ഉണ്ട് എന്നാണ് ആ ഹദീസിലുള്ളത്. അപ്പം ബദരീങ്ങളുടെ മഹത്വം. അടുത്തതായിട്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുബൈറുൽ അവാമ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നൊരു ഉളി, അതൊരു ശത്രുവിൻ്റെ കണ്ണിൽ തറച്ചു വലിച്ചെടുത്തപ്പം വളഞ്ഞു. ബദറിൻ്റെ സ്മരണക്ക് ബഹുമാനപ്പെട്ടൊരു ബറക്കത്തിന് വേണ്ടി ഇത് സൂക്ഷിച്ചിരുന്നു. കുറേ കാലം നബിയുടെ പക്കലും പിന്നെ അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ എന്നീ റളിയല്ലാഹു അൻഹും അവരൊക്കെ സൂക്ഷിച്ചു. അവസാനം പിതാവിൻ്റെ സ്മരണക്കും കൂടി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾ അലിയിൽ നിന്ന് അത് വാങ്ങിയത് ബറക്കത്തിന് വേണ്ടി അവരുടെ കുടുംബം എന്നുമെന്നും സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ ബദരീങ്ങളുടെ മഹത്വം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട നുഐമാൻ എന്ന ബദരി സ്വഹാബിയുടെയും മഹ്റമ തങ്ങളുടെയും ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അത്ഭുതകരമായ ഒരു ചരിത്രം. അള്ളാഹു തആല ബദറിൽ പങ്കെടുത്തവർക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നുഐമാൻ തങ്ങളുടെയും മഹ്റമ തങ്ങളുടെയും ചരിത്രം അൽ ഇസ്വാബ ഫി തമീസി സ്വഹാബ, ഹയാത്തു സ്വഹാബ എന്നീ ഗ്രന്ഥങ്ങൾ നോക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ മുജാദല 11-ാമത്തെ ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു എന്ന ആയത്ത് ബദറിൽ പങ്കെടുത്ത ചില സ്വഹാബാക്കൾ മദീന പള്ളിയിൽ ജുമുഅക്ക് വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ടു. പള്ളിയുടെ മുന്നത്തെ സ്വഫിൽ തന്നെ ഒരുപാട് നേതാക്കളാകുന്ന സ്വഹാബാക്കൾ ഇരിക്കുന്നുമുണ്ട്. അള്ളാന്റെ ഹബീബ് വന്നുകൊണ്ട് ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് വേണ്ടിയിട്ട് അല്ലാത്ത സ്വഹാബികൾ എണീറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കിയിട്ട് ബദരീങ്ങളെ ഇരുത്തിയത് ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീറിലും റൂഹുൽ ബയാനിലും കാണാം. ബദരീങ്ങളെ മഹത്വത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നർത്ഥം.
ശുഹദാക്കളെ മഹത്വങ്ങൾ, പ്രത്യേകമായി 7 മഹത്വങ്ങൾ ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ 4-ാം വാള്യം 125-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബദർ മൗലൂദ് ഉണ്ടാക്കിയ വളപ്പിൽ അബ്ദുൽ അസീസ് മൗലാന എന്ന മഹാനുണ്ടല്ലോ, സ്വാഹിബുൽ ഖിബ്ല നമ്മുടെ കുഞ്ഞാമദാജിയുടെ ഉസ്താദാണ്. അതുപോലെ തന്നെ പാനായിക്കുളം ഷെയ്ഖുനാൻ്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മൗലാന അബ്ദുൽ അസീസുൽ വളപ്പൽ. ബഹുമാനപ്പെട്ട മൗലൂദിലൊക്കെ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. അവർ ഷെയ്ഖ് ദാറാനിയുടെ ഹിക്കായത്ത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ദാറാനിയാണ്, തിരുത്തണ്ട. ഹിജറ വർഷം 205 വഫാത്തായ മുഹദ്ദിസും മുവരിഖും മുഫസ്സിറുമായ വലിയൊരു പണ്ഡിതനാണ് ഷെയ്ഖ് ദാറാനി. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ പേര് ചൊല്ലിയാലുള്ള മഹത്വങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി മഹാൻ പറയുന്നുണ്ട്. ഹിജറ വർഷം 918 മരണപ്പെട്ട ഷറഉൽ അഖായിദിൻ്റെ ഒക്കെ മുസന്നിഫായ ഇമാം ദവ്വാനി അഖായിദിൻ്റെ ഷറ പറഞ്ഞിട്ടുണ്ട്, അതും ഉണ്ട്. പക്ഷെ ഇവിടെ മൗലിദിൽ ഷെയ്ഖ് ദാറാനി തന്നെയാണ്, ദവ്വാനി അല്ല, തിരുത്തേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനി ദാലാം വാള്യം 1 419-ാം പേജ് തൻ്റെ സീറയിൽ വജാഅൻ കസീരി മിനൽ ഉലമാ എന്ന തിലാവത്ത് അസ്മാഇ വ തവസ്സുല ബിഹിം വ കിതാബതഹ വ അംലഹ വ തഅലീഖഹ ഫിദ്ദുവരി സബബുൽ ഹിഫ്ളി വൻ നസ്രി വൽ ഫത്ഹി വ സലാമത്തി മിൻ കൈദിൽ അഅദാഇ വ ദുൽമിൽ ളാലിമീൻ വ ഗൈരി ദാലികൽ മിനൽ ഫവായിദി വൽ ഖവാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ബദരീങ്ങളെ പേര് ചൊല്ലലും അത് എഴുതി വെക്കലും ഒക്കെ വീട്ടിലും പീഡിയയിലും വലിയ കാവല് കിട്ടാനും അല്ലാണ്ട് വിജയം കിട്ടാനും ശത്രുക്കളെ തൊട്ടും മറ്റുമൊക്കെ കാവൽ ലഭിക്കാനും കാരണമാണ് എന്ന് അല്ലാഹു തആലൻ്റെ വലിയ മഹത്തുക്കളാണെന്നും അള്ളാഹിൻ്റെ ഫദ്ല് കിട്ടാൻ കാരണമാണ് എന്നുമുള്ള സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനി ദാലാൻ വിവരിക്കുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് തവസ്സുലാക്കിയാലും ദുആ ചെയ്താലും ഒക്കെയുള്ള ഫളായിൽ എമ്പാടും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കുവാനും സ്മരണ പുതുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സമാഉ മൗത കലാമിൽ ഖൽഖി ഖാതിബതൻ ജാഅത് ബിഹി ഇൻദനാ അൽ-ആസാറു ഫിൽ കുതുബി വ ആയത്തുൻ നഫ്യി മഅനഹാ സമാഉ ഹുദാ ലാ യഖിലൂന വലാ യസ്ഗൂന ലില്ലദബി. മഹാന്മാരായ ബദരീങ്ങളടക്കം നമ്മുടെ ഷഫാഅത്ത് ഇസ്തിശ്ഫാഅ് കേൾക്കുമെന്നും മരിച്ചവർ കേൾക്കുമെന്നുമാണ് ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി തങ്ങളൊക്കെ വ്യക്തമാക്കിയത്. സീറത്തു സൈനി ദഹലാൻ 1-ാം വാള്യം സീറ 400-ാം പേജിൽ വളരെ വിവരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മഹത്തുക്കളാകുന്ന ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കാനും ദുആ ചെയ്യാനും ഒക്കെ നമ്മൾ സമയം കാണണം. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ 17 വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിനം കാണും. മുസ്ലിമീങ്ങൾ എന്നും പടച്ച തമ്പുരാന് എമ്പാടും ശുക്ർ ചെയ്യേണ്ട വലിയൊരു ദിനമാണ്. കമിൻ ഖവാരിഖി അഹദത്തിൻ വഅജായിബി മിൻ ഇൻദി ദിക്രിഹിമി തജീഉ വയസ്ദുറു യദാകിരി യസ്മഇഹിം വസനാഇഹിം ഫുസ്തും ബിഖൈറാത്തിൻ വനിഅമിൻ തഗ്സുറു. ബഹുമാനപ്പെട്ട മൗലിദിൽ കാണുന്നുണ്ട്. മൗലിദ് ഓതാനും അതുപോലെ തന്നെ ദിക്റുൽ അംബിയാ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ എന്നുള്ളത് ജാമിഉ സഗീർ 2:16 പറഞ്ഞ ഹദീത്താണ്. ഫൈദുൽ ഖദീറിൽ ഇമാം മുനാവി 3-ാം വാള്യം 564 ബദരീങ്ങളെ പേര് പോലെയൊക്കെ മഹത്തുക്കളെയൊക്കെ പേര് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ വലിയ നേട്ടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സ്ഥാനമുള്ള മഹാന്മാരായ ബദരീങ്ങൾ ശുഹദാക്കളിൽ ഏറ്റവും മുന്തിയതാണ് അവർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സവാദ് എന്നവർ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ വയറ് മുത്തിമണത്തു. അല്ലാഹു തആല വലിയ ചരിത്ര കാര്യങ്ങളും ഒരുപാട് പാഠങ്ങളും ബഹുമാനപ്പെട്ട ബദറിലുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ഇതൊക്കെ. അല്ലാഹു തആല ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഇഹ പര ജീവിതം വളരെ സന്തോഷത്തിലാക്കി നമ്മയൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ബഹുമാനിച്ചവരെ എന്നും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നല്ലവരിൽ അല്ലാഹു തആല നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.